വർഷങ്ങളായി കടൽഭിത്തികളും ജിയോ ബാഗുകളും സ്ഥാപിക്കുന്നുണ്ടെങ്കിലും കടപ്പുറം പഞ്ചായത്തിൽ കടലാക്രമണത്തിന് ഒരു കുറവുമില്ല. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. തീരങ്ങളുണ്ടാക്കാനുള്ള കടലിന്റെ സ്വാഭാവികത നഷ്ടമായതാണ് അടിസ്ഥാന പ്രശ്നം. അതിലേക്ക് നയിച്ചത് മുനക്കക്കടവ് അഴിമുഖത്തിനായി നടത്തിയ ട്രെഞ്ചിങ്ങും പുലിമുട്ടുകൾ കെട്ടിയതും കാലാവസ്ഥാ വ്യതിയാനവും ഒരു കാരണമായി. ഒരു മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് അതിൻ്റെ പുറകിൽ. ടൈഡൽ ഇൻലെറ്റ് എന്ന് പറയുന്ന ആ പൊഴിയെ നമ്മൾ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പുലിമുട്ടുകൾ കെട്ടിക്കഴിഞ്ഞപ്പം മാത്രമല്ല അവിടെ ഡ്രഡ്ജ് ചെയ്യുമ്പം അവിടുത്തെ മണലിൻ്റെ ലഭ്യത കുറയുകയാണ് നമ്മൾ ഡ്രഡ്ജ് ചെയ്യുമ്പം വരുന്നത്. മണലിൻ്റെ ലഭ്യത കുറയുമ്പം സ്വാഭാവികമായിട്ടും കടലാക്രമണം ഉണ്ടാകും. 1984 ഇവിടെ ആദ്യമായി കടൽഭിത്തി സ്ഥാപിക്കുന്നത്. കടൽഭിത്തി മാത്രമല്ല, അന്ന് സ്ഥാപിച്ച പ്രദേശമടക്കം ഇന്ന് കടലിനടിയിലാണ്. തുടർ വർഷങ്ങളിൽ മുറതെറ്റാതെ സംരക്ഷണ ഭിത്തികളും ജിയോ ബാഗുകളും സ്ഥാപിച്ചുകൊണ്ടിരുന്നു. പഠനം നടത്താതെ അശാസ്ത്രീയമായി കടൽഭിത്തി നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്താൻ മടിക്കുകയും ചെയ്തത് പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. ശാസ്ത്രീയമായ പഠനം നടത്തി ചെറു പുലിമുട്ടുകളോട് കൂടെയുള്ള കടൽഭിത്തി നിർമ്മിക്കലാണ്. ഇപ്പോൾ നിലവിൽ കടൽഭിത്തി നിർമ്മിക്കുന്നു, വാർഷിക അറ്റകുറ്റപ്പണികൾ അത് അശാസ്ത്രീയമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേറ്റുവ അഴിമുഖം മുതൽ തൊട്ടാപ്പ് വരെയുള്ള പ്രദേശത്ത് 500 മീറ്റർ ഇടവിട്ടെങ്കിലും 100 മീറ്റർ നീളമുള്ള ചെറുപുലിമുട്ടുകൾ നിർമ്മിച്ചാൽ ഈ പ്രദേശം സുരക്ഷിതമാവും. തകർന്നു കിടക്കുന്ന കടൽഭിത്തികൾ, കൂട്ടിയിട്ട കരിങ്കല്ലുകൾ, ഏറ്റവും ഒടുവിൽ സ്ഥാപിച്ച ജിയോ ബാഗുകൾ, ഇതെല്ലാം ഉണ്ടായിട്ടും കടലാക്രമണത്തിന് മാത്രം ഒരു കുറവും സംഭവിക്കുന്നില്ല. ആദ്യം സ്ഥാപിച്ച കടൽഭിത്തികൾക്ക് കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിൽ കടപ്പുറം പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങൾക്ക് ഇത്തരമൊരവസ്ഥ വരില്ലായിരുന്നു. കടപ്പുറത്തിന്റെ തീരത്തുനിന്നും കെ അഖിൽ, മീഡിയ 1.